മുൻ കേന്ദ്ര സഹമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ സുരേഷ് കൽമാടി അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് അന്ത്യം സംഭവിച്ചത്. പൂനെയിൽ വെച്ച് പ്രേംലാൽ ചേരുകയാണ് വിശദാംശങ്ങളുമായി. പ്രേംലാൽ, ദീർഘനാളായി അസുഖത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇപ്പോൾ വിയോഗ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? അക്ഷയ്, ഇന്ന് പുലർച്ചെ ഏകദേശം 3:30 അന്ത്യം സംഭവിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ സുരേഷ് കൽമാടി ദീർഘകാലമായി അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു. പ്രദേശത്ത് പൂനെയിലെ മലയാളി കോൺഗ്രസ് നേതാവായ സജീവ് വർക്കിയാണ് രാവിലെ വാർത്ത അറിയിക്കുന്നത്. റെയിൽവേ വകുപ്പിലെ കേന്ദ്ര സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്ന കൽമാടി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു. പൂനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ നിരവധി തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിൽ നിരവധി നിർണായക പദവികൾ വഹിച്ച കൽമാടി ദേശീയ കായിക ഭരണരംഗത്തും വർഷങ്ങളോളം സജീവ സാന്നിധ്യമായിരുന്നു. സുരേഷ് കൽമാടിയുടെ നിര്യാണത്തിൽ പാർട്ടി ഭേദമന്യ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. പൊതുജീവിതത്തിലേക്കുള്ള കൽമാടിയുടെ സംഭാവനകളും അനുസ്മരിച്ചു. ഭാര്യയും മകനും മരുമകളും വിവാഹത്തിനായ 2 പുത്രിമാരും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ഭൗതിക ശരീരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ പൂനെയിലെ കൽമാടി ഹൌസിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വൈകിട്ട് 3:30 അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. പൂനെയിലെ നവപ്പട്ട് വൈകുണ്ഠ ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങളിലൂടെ പൂനെയിലും വളരെ പ്രിയങ്കനായ ഒരു നേതാവായിരുന്നു. ശരി, മുൻ കേന്ദ്ര സഹമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ സുരേഷ് കൽമാടി അന്തരിച്ചിരിക്കുന്നു. പ്രേംലാലാണ് വിശദാംശങ്ങൾ നൽകിയത്.